ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി. ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി. ഉത്തരം ചാൾസ് ഡയസ്. ആരാണ്? ചാൾസ് ഡയസ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ലോക്സഭാ സ്പീക്കർ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ലോക്സഭാ സ്പീക്കർ. ഉത്തരം ജി വി മാവ്ലങ്കർ. ആരാണ്? ജി വി മാവ്ലങ്കർ. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി. ഉത്തരം ഗോദാവരി. ഏത് നദിയാണ്? ഗോദാവരി. എങ്ങനെ അറിയപ്പെടുന്നുണ്ട്? വൃദ്ധഗംഗ. അടുത്ത ചോദ്യം, ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം. ഉത്തരം ഏതാണ്? സ്വീഡൻ. ഏത് രാജ്യമാണ്? സ്വീഡൻ. അടുത്ത ചോദ്യം, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി. ഉത്തരം ആരാണ്? വജാഹത് ഹബീബുള്ള. ആരാണ്? വജാഹത് ഹബീബുള്ള. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി. ഏതാണ് ഉത്തരം? സിന്ധു. ഈ നദിയാണ് സിന്ധു. ഭാരതത്തിന്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന നദി. ഭാരതത്തിന്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന നദി. ഉത്തരം ഏതാണ്? കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ഏതാണ്? ഗംഗ. ഏതാണ്? ഗംഗ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ തുകൽ നിർമ്മാണശാല. ഇന്ത്യയിലെ ആദ്യത്തെ തുകൽ നിർമ്മാണശാല. ഉത്തരം കാൺപൂർ. മറക്കല്ലേ, ഏതാണ്? കാൺപൂരാണ്. സൈബർ നിയമം പ്രാബല്യത്തിൽ വന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം. ചോദ്യം ശ്രദ്ധിക്കണേ. സൈബർ നിയമം പ്രാബല്യത്തിൽ വന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം. ഉത്തരം ഇന്ത്യ. ഏത് രാജ്യമാണ്? ഇന്ത്യ. ദൈവം പ്രകാശത്തെ ഇരുട്ടിൽ നിന്നും വേർതിരിക്കുന്നു എന്ന പെയിന്റിംഗ് വരച്ച വിശ്വചിത്രകാരൻ. ദൈവം പ്രകാശത്തെ ഇരുട്ടിൽ നിന്നും വേർതിരിക്കുന്നു എന്ന പെയിന്റിംഗ് വരച്ച വിശ്വചിത്രകാരൻ. ഉത്തരം മൈക്കലാഞ്ചലോ. ആരാണ്? മൈക്കലാഞ്ചലോ. ലെൻസിന്റെ പവർ അളക്കുവാനുള്ള യൂണിറ്റ്. ലെൻസിന്റെ പവർ അളക്കുവാനുള്ള യൂണിറ്റ്. ഉത്തരം ഡയോപ്റ്റർ. ഏതാണ്? ഡയോപ്റ്റർ. ചന്ദ്രനിൽ ശബ്ദം കേൾക്കാത്തതിന് കാരണം. ചന്ദ്രനിൽ ശബ്ദം കേൾക്കാത്തതിന് കാരണം. അപ്പോൾ ഓപ്ഷൻസ് നോക്കേ. ഗുരുത്വാകർഷണം കുറവാണ്, പ്രകാശം കുറവാണ്, ചന്ദ്രനിൽ അന്തരീക്ഷ വായുവില്ല. അപ്പൊ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ചന്ദ്രനില് അന്തരീക്ഷ വായുവില്ല. അടുത്ത ചോദ്യം, വിമാനത്തിന്റെ വേഗത അളക്കുന്ന ഉപകരണം. വിമാനത്തിന്റെ വേഗത അളക്കുന്ന ഉപകരണം. ഏതാണ്? ഉത്തരം കിട്ടിയോ? ഏതാണ്? ടാക്കോമീറ്റർ. ഏതാണ്? ടാക്കോമീറ്റർ. അടുത്ത ചോദ്യം, ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറ്റം നടക്കുമ്പോൾ ഊഷ്മാവിൽ വർധനവില്ലാതെ സ്വീകരിക്കുന്ന താപം. ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറ്റം നടക്കുമ്പോൾ ഊഷ്മാവിൽ വർധനവില്ലാതെ സ്വീകരിക്കുന്ന താപം. ഉത്തരം ഏതാണ്? ലീനതാപം. ഏതാണ്? ലീനതാപം. അടുത്ത ചോദ്യം നോക്കാം. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകം രചിച്ചത്. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകം രചിച്ചത്. ഉത്തരമാരാണ്? ഐസക് ന്യൂട്ടൻ. ആരാണ്? ഐസക് ന്യൂട്ടൻ. അടുത്ത ചോദ്യം, ഭൂമി എന്നത് സ്വയം ഒരു വലിയ കാന്തമാണ് എന്ന് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ. ഭൂമി എന്നത് സ്വയം ഒരു വലിയ കാന്തമാണ് എന്ന് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ. ഉത്തരം ആരായിരിക്കാം? ഉത്തരം കിട്ടിയോ? ആരാണ്? വില്യം ഗിൽബർട്ട്. ആരാണ്? വില്യം ഗിൽബർട്ട്. അടുത്ത ചോദ്യം, ഒരു വിദേശ രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ഒരു വിദേശ രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് അല്ലെ? ആരാണ്? ശ്രീനാരായണ ഗുരു. ആരാണ്? ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം, കാർൽ മാർക്സിന്റെ ജീവചരിത്രം ആദ്യമായി ഒരു ഇന്ത്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത്. കാർൽ മാർക്സിന്റെ ജീവചരിത്രം ആദ്യമായി ഒരു ഇന്ത്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം കിട്ടിയോ? ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അടുത്ത ചോദ്യം, ചട്ടമ്പിസ്വാമികളുടെ സമാധിസ്ഥലം. ചട്ടമ്പിസ്വാമികളുടെ സമാധിസ്ഥലം അറിയാലോ. ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്? പന്മന. മറക്കല്ലേ, പന്മനയാണ്. അടുത്ത ചോദ്യം,
കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ്, കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്ത ചോദ്യം, കയ്യൂർ സമരത്തെ ആസ്പദമാക്കി നിരഞ്ജന എഴുതിയ നോവൽ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി നിരഞ്ജന എഴുതിയ നോവൽ ഏതാണ്? ചിരസ്മരണ. ഏതാണ്? ചിരസ്മരണ. അടുത്ത ചോദ്യം, തിരുകൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. തിരുകൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? സി കുഞ്ഞിരാമൻ. ആരാണ്? സി കുഞ്ഞിരാമൻ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം. കേരളത്തില് ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് അല്ലെ? ഏതാണ് ഉത്തരം? പയ്യന്നൂര് അല്ലെ? ഏതാണ്? പയ്യന്നൂര്. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹം അവസാനിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി. ചോദ്യം ശ്രദ്ധിക്കണേ. വൈക്കം സത്യാഗ്രഹം അവസാനിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരിക്കാം? ഉത്തരം കിട്ടിയോ? ആരായിരിക്കാം? സേതു ലക്ഷ്മിബായി. ആരാണ്? സേതു ലക്ഷ്മിബായി. ചോദ്യങ്ങൾ ശ്രദ്ധിച്ചോണേ. അടുത്ത ചോദ്യം, പെരിയോർ എന്നറിയപ്പെടുന്നത്. പെരിയോർ എന്നറിയപ്പെടുന്നത് അപ്പൊ ആരെയായിരിക്കാം പെരിയോർ എന്നറിയപ്പെടുന്നത്? ആരെയാണ്? ഇ വി രാമസ്വാമി നായ്ക്കർ. ആരാണ്? ഇ വി രാമസ്വാമി നായ്ക്കർ. അതുപോലെ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നതും ആരെയാണ്? ഇ വി രാമസ്വാമി നായ്ക്കരെയാണ്. മറക്കില്ല. പെരിയോർ ആരാണ്? ഇ വി രാമസ്വാമി നായ്ക്കർ. അടുത്ത ചോദ്യം, മലബാർ ലഹളയെ തുടർന്ന് അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെന്റിന് നേതൃത്വം നൽകിയത്. മലബാർ ലഹളയെ തുടർന്ന് അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെന്റിന് നേതൃത്വം നൽകിയത് ആരാണ്? നേതൃത്വം നൽകിയത് അലി മുസ്ലിയാർ. അലി മുസ്ലിയാർ. അടുത്ത ചോദ്യം, ഉദയംപേരൂർ സുന്നഹദോസിൽ അധ്യക്ഷത വഹിച്ചത്. ഉദയംപേരൂർ സുന്നഹദോസിൽ അധ്യക്ഷത വഹിച്ചത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കേ. ചോദ്യം ശ്രദ്ധിക്കണേ. അപ്പൊ ആരാണ് ഉത്തരമായിട്ട് വരുന്നത്? അലക്സിസ് ഡി മെനസിസ്. ആരാണ്? അലക്സിസ് ഡി മെനസിസ്. ചോദ്യം മറക്കല്ലും. ഉദയംപേരൂർ സുന്നഹദോസിൽ അധ്യക്ഷത വഹിച്ചത്. അടുത്ത ചോദ്യം നോക്കാം, തിരുവിതാംകൂറിൽ എല്ലാവർക്കും പുര ഓടുമേയാനുള്ള അനുമതി നൽകിയ ഭരണാധികാരി. തിരുവിതാംകൂറിൽ എല്ലാവർക്കും പുര ഓടുമേയാനുള്ള അനുമതി നൽകിയ ഭരണാധികാരി. അപ്പോൾ ഓപ്ഷൻ നോക്കേ. ആരാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്? ഉത്തരം കിട്ടിയോ? ആരാണ്? ആരാണ്? റാണി ഗൗരി പാർവതിബായി. ആരാണ്? റാണി ഗൗരി പാർവതിബായി. ചോദ്യം മറക്കലും. തിരുവിതാംകൂറിൽ എല്ലാവർക്കും പുര ഓടുമേയാനുള്ള അനുമതി നൽകിയ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതിബായി. അടുത്ത ചോദ്യം, ഇന്ത്യൻ വിവരസാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി. ഇന്ത്യൻ വിവരസാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി. ഉത്തരമാരാണ്? രാജീവ് ഗാന്ധി. ആരാണ്? രാജീവ് ഗാന്ധി. അടുത്ത ചോദ്യം, പാർലമെന്റ് എന്ന പദം ഉടലെടുത്തത് ഏത് ഭാഷയിൽ നിന്നാണ്? പാർലമെന്റ് എന്ന പദം ഉടലെടുത്തത് ഏത് ഭാഷയിൽ നിന്നാണ്? അപ്പൊ ഏത് ഭാഷയിൽ നിന്നായിരിക്കും? കിട്ടിയോ? ഏത് ഭാഷയാണ്? ഫ്രഞ്ച്. ഏത് ഭാഷയാണ്? ഫ്രഞ്ച്. അടുത്ത ചോദ്യം, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത. ഉത്തരമാരാണ്? രുക്മിണി ദേവി അരുന്തേൽ. ഓക്കെ.